ബജറ്റില് ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് കേരളത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായി എന്നൊരു അവകാശവാദം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ നികുതി വരുമാനം എങ്ങനെ ഇരട്ടിയായി? കാരണം കേരളത്തിലെ ജനങ്ങളെ അതുപോലെ പിഴിഞ്ഞ്, കാരണം നമുക്കറിയാം ഇന്ന് കേരളത്തിന് നികുതി വരുന്ന പ്രധാനപ്പെട്ട 3-4 സോഴ്സുകൾ: മദ്യം 30%, ഇന്ധനം 25%, ഭൂനികുതി 12%. ഈ 3 ഹെഡ് ആവുമ്പോൾ തന്നെ ഏകദേശം 65-70% വരിക. ഇതിനകത്ത് നിന്ന് മാക്സിമം ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കാവുന്ന, കാരണം കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ നിന്ന് നമുക്കറിയാം അവിടെ നിന്ന് 2 രൂപ വെച്ച് അഡീഷണൽ സെസ് പിരിച്ചു ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്ന പേരിൽ. പക്ഷെ 5000 കോടിയോളം രൂപയാണ് ആ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ എന്ന പേരിൽ നമ്മളിൽ നിന്നും ഇന്റർണൽ സെസ് പിരിച്ചെടുത്തത്. പക്ഷെ നമുക്കറിയാം 6 മാസമായിട്ട് ഇവിടെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഈ പറയുന്ന ഇരട്ടിയായി എന്ന് പറയുന്ന നികുതി വരുമാനമൊക്കെ പോകുന്നത്? വളരെ കൃത്യമാണ്, കടബാധ്യതകളിലേക്കും പലിശകളിലേക്കും. ഇവിടെ മറ്റെല്ലാ മേഖലകളിലും സർക്കാരിന്റെ ഈ പറയുന്ന വിവിധ ഹെഡുകളില് ഈ എക്സ്പെൻഡിച്ചർ നോക്കുമ്പോൾ കുറയുമ്പോൾ എക്സ്പെൻഡിച്ചർ കൂടുതൽ ഒറ്റൊരു മേഖല മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുന്നത് പൊതുഭരണ വകുപ്പാണ്. പൊതുഭരണ വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പൊതുഭരണ വകുപ്പ്. എന്തുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ വരുമാനം കൂടുമ്പോഴും എന്തുകൊണ്ട് അതിന് ആനുപാതികമായിട്ടുള്ള സാമ്പത്തിക വളർച്ച കേരളത്തിൽ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ആനുപാതികമായിട്ട് തൊഴിലവസരങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല? ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ഗവൺമെന്റിന്റെ ധൂർത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു. ഇവിടെ മനസാക്ഷിയുള്ള കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടതാ. ഇവര് നടത്തിയ ഗവൺമെന്റ് ചെലവിൽ CPM സ്പോൺസേഡ് പരിപാടി നടത്തിയ നവകേരള സദസ്സിന്റെ പേരിൽ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എഴുതിയെടുത്ത TADA എന്ന് പറയുന്ന 35 ലക്ഷം രൂപയാ. ഇവർക്ക് ആത്മാഭിമാനമുണ്ടോ? ഇവർക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ ആഡംബര വാഹനത്തിൽ ഈ കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് അതിന്റെ പേരിൽ ടിഎയും ഡിഎയും എഴുതിയെടുക്കുവാനുള്ള ഇവരുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ. അത് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ ജനങ്ങളെ നോക്കി അവര് പല്ലളിക്കുകയാണ്, അവർ പുച്ഛിക്കുകയാണ്. ഞാൻ ഇനിയും ഇന്ന് ഈ ജനം TV ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വളരെ പ്രസക്തമാണ്. കാരണം എന്താ, ഇന്ന് ഈ ബജറ്റ് അവതരിപ്പിച്ചതോടുകൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ നിന്നും കമ്മ്യൂണിസം എന്ന പേര്, മാർക്സിസം എന്ന പേര് ഇന്നൊരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായിരിക്കുക, ഇല്ലാതായിരിക്കുക. 1.5 പതിറ്റാണ്ടിന് മുമ്പ് MN വിജയൻ മാഷ് പാഠം മാസികയിലൂടെ അദ്ദേഹം നടത്തിയ പോരാട്ടമുണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീവ്ര വലതുപക്ഷ നയങ്ങൾക്കെതിരെ. ഇന്ന് എന്താണ് വിജയൻ മാഷ് അന്ന് പ്രവചിച്ചത്? ആ അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുക. നാണമുണ്ടോ? ഈ ധനകാര്യമന്ത്രി പറയുന്നത് എന്താ? 70കളിൽ ചൈനയിൽ നടപ്പാക്കിയ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഞങ്ങളോട് നടപ്പാക്കും എന്ന് അദ്ദേഹം പറയുന്നത്. അതിനേക്കാളും ഭേദം സോവിയറ്റ് യൂണിയൻ നടത്തിയ പെരിസ്ട്രോയിക്കായി ഗ്ലാസ്നോസ്കും അതിന്റെ തനിപ്പകർപ്പ് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നതാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാൻ എങ്ങോട്ടെന്നറിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആത്യന്തികമായ തകർച്ചയിലേക്കാ. മാവോസെ തൂങ് 90കളിൽ പറഞ്ഞു, എന്താ പൂച്ച സിദ്ധാന്തമുണ്ട്, ക്യാറ്റ് തിയറി ഉണ്ട്. എന്താ, വി ആർ നോട്ട് ബോദറിംഗ് അബൌട്ട് ദ കളർ ഓഫ് ദ ക്യാറ്റ്. പ്രത്യയശാസ്ത്രത്തിന്റെ നിറം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രസക്തമല്ല, പൂച്ച എലിയെ പിടിക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനം. ചൈന എവിടെ ചെന്ന് നമുക്കറിയാം. അവിടെ കമ്മ്യൂണിസം ഇല്ലാതായി, പാർട്ടി സർവാധിപത്യത്തിലേക്ക് ചൈന എത്തി. ഇനി ബംഗാളിന്റെ അവസ്ഥ നമുക്കറിയാം. ബംഗാളിന്റെ ഇതുപോലെ തന്നെയായിരുന്നു. ജ്യോതി ബാസു, അതിനുശേഷം ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബാസുവിന്റെ മകൻ ചന്ദൻ ബാസു, അവരൊക്കെ കൂടി അവിടെ നടത്തിയ വലതുപക്ഷ തീവ്ര കോർപ്പറേറ്റ് നയങ്ങൾ ഇവിടെ വളരെ പ്രസക്തമാണ്. അനിൽ നമ്പേരി ചോദിച്ചു, ഇന്ന് വിദേശ സർവകലാശാലകൾക്ക് പരവതാനി വിരിക്കാൻ പോകുന്ന ഈ സർക്കാർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ SFIയുടെ നേതാക്കൾ TP ശ്രീനിവാസനെ കോവളത്ത് വെച്ചുകൊണ്ട് അവിടെ എന്താ ഈ പറയുന്ന വിദേശ സർവകലാശാലകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗത്തില് വന്ന് അദ്ദേഹത്തെ അടിച്ച് താടിയിടുന്ന കേരളം കണ്ടു. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനെതിരെ സമരം ചെയ്തവരാണ്. നമ്മൾ മനസ്സിലാക്കണം. CPM ഈ പ്രത്യയശാസ്ത്ര വ്യതിയാനം ഇതുവരെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തിട്ടുണ്ടോ? പാർട്ടി പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തതാണോ? അതോ ഇവിടുത്തെ സംസ്ഥാന കമ്മിറ്റിയിലോ സെൻട്രൽ കമ്മിറ്റിയിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്തതാണോ? ഇന്നിവിടെ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന തീവ്ര, കാരണം ഇവരെന്നും അഭിമാനിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, അതിനൊക്കെ മുകളിലാണ്, പോളിറ്റ് ബ്യൂറോക്കൊക്കെ മുകളിലാണ് പ്രൊഫസർ റോണി. അതെ, ഇന്ന് പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും വലിയ വർത്തമാനകാല അപജയം എന്നുകൂടി നമ്മൾ ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് വളരെ കൃത്യമായി. ഇത് ഒരു കാര്യം ഓർക്കുക, അണികളെ രക്തസാക്ഷ്യ മണ്ഡപങ്ങളിലും ബലികുടീരങ്ങളിലും കുടിയിരുത്തി വൻകിട കോർപ്പറേറ്റുകളുമായി സന്ധ്യ സംഭാഷണം നടത്തുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പതനത്തിലേക്ക് ആണ് ഇത് നയിക്കുന്നത്. കാരണം അത്രമാത്രം എന്താ, ഞാൻ വളരെ കൃത്യമായി തന്നെ പറയുക, ഇവരെ എന്നും കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന നരേറ്റീവ് ഉണ്ട്. എന്താ, സെൻട്രൽ ഗവൺമെന്റ് കേരളത്തെ പീഡിപ്പിക്കുന്നു, സെൻട്രൽ ഗവൺമെന്റ് കേരളത്തെ, അതിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള വസ്തുതകൾ ഉണ്ട് എങ്കിൽ പോലും എല്ലാ കേരളത്തിന്റെ സാമ്പത്തിക പതനത്തിന്റെയും തകർച്ചയുടെയും മുഴുവൻ ഉത്തരവാദിത്വം കേന്ദ്രത്തിന്റെ തലയിലാണ് എന്ന് കോൺഗ്രസ് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതിനകത്തുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്.
അപ്പോൾ തന്നെ ഏതൊക്കെയാലും സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ തന്നെ പോവുകയും കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് നൽകുകയും ചെയ്തതോടെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുണ്ട്. ഏതൊക്കെയാലും സുപ്രീം കോടതിയിൽ പോയി ഇവരെ വടി കൊടുത്ത് അടിമേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം പോകുന്നത്. നമുക്ക് ഇവിടെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള രാഷ്ട്രീയം സംസാരിക്കണം. അതിന് CPM ഇവിടെ തയ്യാറാകുന്നില്ല. പക്ഷെ അവരുടെ ഈ പറയുന്ന ഇതെല്ലാം വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ വിഷയത്തിൽ ഇവിടെ. കാരണം ഒരു കാര്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ നമ്മളെല്ലാരും കൈയടിക്കും. ലൈഫ് പദ്ധതി 10,000 കോടി ഇവിടെ മാറ്റി വെച്ചിരിക്കുന്നു. ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം പോലും ഈ പറയുന്ന ലൈഫിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം 1,41,257 വീടുകളുടെ നിർമ്മാണത്തിന് കരാർ വെച്ചു. പൂർത്തീകരിച്ചത് വെറും 15,518 വീടുകൾ. കഴിഞ്ഞ ബജറ്റിൽ 717 കോടി ലൈഫിന് വേണ്ടി മാറ്റിവെച്ചു. ചെലവഴിച്ചത് വെറും 3.76%. എല്ലാ മേഖലകളിലും ഇതാണ്. ഇവര് പല പദ്ധതികൾ പ്രഖ്യാപിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നു? അത് മുഴുവൻ വക മാറ്റുകയാണ്. ഈ 10,000 കോടി രൂപ മുടക്കി ലൈഫിന് വേണ്ടി. എന്നിട്ട് മന്ത്രി പറയുക സംസ്ഥാന ഗവൺമെന്റുകളും ത്രിതല പഞ്ചായത്തുകളും ചേർന്ന് അതിനുള്ള പണം കണ്ടെത്തും. കടമെടുത്താണെങ്കിലും നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകൾക്ക് കൊടുക്കാനുള്ള പോലും കൊടുത്തിട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന ഒന്നാമത്തെ ഗഡു 800 കോടിയിൽ പരം രൂപ അതിന്നും ഈ ത്രിതല പഞ്ചായത്തുകൾ കൊടുത്തിട്ടില്ല. സ്വന്തമായി 50,000 രൂപ മുടക്കി ഒരു റോഡ് ടാർ ചെയ്യാൻ പോലും നിവൃത്തിയില്ലാത്ത ഈ പറയുന്ന പഞ്ചായത്തിനോട് പറയുക നിങ്ങൾ 10,000 കോടി രൂപയ്ക്ക് നിങ്ങളുടെ ലൈഫ് പദ്ധതിക്ക്. കാരണം എന്താ? ഇത് എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഇത്രമാത്രം മോശമായിട്ടുള്ള ഒരു ബജറ്റ് ഒരു പദ്ധതി നിർദ്ദേശമില്ല. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതെല്ലാം ഇന്നെന്താ? ഇത് നമ്മൾ 2,000 കോടി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞതാ. ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ വേണ്ടി കമ്പോളത്തിൽ ഇടപെടാൻ വേണ്ടി 2,000 കോടി രൂപ. ഇവർ കമ്പോളത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് മാത്രമല്ല ആകെ ഇടപെട്ടുകൊണ്ടിരുന്ന സപ്ലൈകോയെ പോലും. അതുകൊണ്ടാണ് ഇപ്പോ ഭക്ഷ്യമന്ത്രി കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്യന്തികമായ ഒരു പൊട്ടിത്തെറി ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.